രക്ഷിക്കയില്ലേ? Jesus is comparing sickness to a pit. യേശു കർത്താവ് രോഗത്തെ ഒരു കുഴിയോട് സമർപ്പിക്കുന്നു. Those who are sick, I want you to know, God did not make you sick in your body. രോഗാവസ്ഥയായിരിക്കും പറഞ്ഞിരിക്കുന്ന സംഗതിയും ദൈവം നിങ്ങളെ രോഗാവസ്ഥയിൽ സൃഷ്ടിച്ചിട്ടില്ല. That sickness is a pit that devil has put you into. സാത്താൻ നിങ്ങളെ ഇട്ടിരിക്കുന്ന ഒരു കുഴിയാകുന്നു ഈ രോഗം എന്ന ഈ അവസ്ഥ. But I have a good news for you. എന്നാൽ നിങ്ങൾക്ക് ഞാനൊരു സുവാർത്ത പറയട്ടെ. Jesus came to lift you out of the pit you are in. നിങ്ങൾ ആയിരിക്കുന്ന കുഴിയിൽ നിന്ന് നിങ്ങളെ വലിച്ചെടുത്ത് കയറ്റുവാൻ യേശു വന്നിരിക്കുന്നു. The sin you are living is a pit. നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിലെ പാപം ഒരു കുഴിയാകുന്നു. But Jesus will remove you, lift you out of the pit in your life. നിങ്ങളുടെ ജീവിതത്തിലെ ആ കുഴിയിൽ നിന്ന് യേശു കർത്താവ് നിങ്ങളെ ഉയർത്തും. And Jesus said, യേശു പറഞ്ഞു, you hypocrites, കപടഭക്തിക്കാരെ, don't you lift up a sheep from the pit on the Sabbath day if it falls into pit. ശബ്ബത്ത് ദിവസത്തിൽ നിങ്ങളുടെ ആട് ഒരു കുഴിക്കുള്ളിൽ വീണുപോയാൽ നിങ്ങൾ അതിനെ എടുത്തു രക്ഷിക്കയില്ലേ? And Jesus said, യേശു പറഞ്ഞു, this man more precious than a sheep, should he not be lifted from the pit today? ഒരു ആടിനേക്കാൾ വിശേഷതയുള്ള വിലയേറിയ ഈ മനുഷ്യനെ ശബ്ബത്ത് ദിവസത്തിൽ ആ കുഴിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് രക്ഷിക്കേണ്ടതല്ലേ? You are more precious than a sheep. നിങ്ങൾ എല്ലാവരും തന്നെ ഈ ആടിനേക്കാൾ വിലയേറിയവർ ആകുന്നു. You are more precious than an animal. ഒരു മൃഗത്തെക്കാൾ നിങ്ങൾ വിലയേറിയവർ ആകുന്നു. You are more precious than a sheep. നിങ്ങൾ ഒരു ആടിനേക്കാൾ വിലയേറിയവർ തന്നെ. If sheep should be lifted up, how much more a child of God should be lifted up from the sick body? ഒരു കുഴിയിൽ നിന്ന് ഒരു ആടിനെ വലിച്ചെടുക്കേണ്ടത് വിലയേറിയ സംഗതിയാകുന്നുവെങ്കിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അതിനേക്കാൾ എത്ര വിശേഷതയുള്ളവരാകുന്നു. If sheep has to be lifted up from the pit and given a value, കുഴിയിൽ നിന്ന് ആ ആടിനെ എടുത്ത് മാറ്റിയിട്ട് അതിന്റെ മൂല്യം കൽപ്പിക്കണമെങ്കിൽ how much more you should be lifted from the pit of sin and sickness and given a value in your life. നിങ്ങളുടെ ജീവിതത്തിലെ പാപത്തിലും രോഗത്തിലും നിങ്ങളെ ചുമന്ന് കയറ്റി എടുത്തിട്ട് എന്തുമാത്രം ഒരു മൂല്യം നിങ്ങൾ കൽപ്പിക്കേണ്ടിയിരിക്കുന്നു. Tonight is a night where you will be lifted from your pit in spite of the rain. മഴയുണ്ടെങ്കിലും ഈ ദിവസം നിങ്ങളുടെ കുഴിയിൽ നിന്ന് നിങ്ങൾ ഉയർത്തപ്പെടുന്ന രാത്രിയാകുന്ന ഈ ദിവസം. Today is not a holiday for Jesus to save you. നിങ്ങളെ രക്ഷിക്കുവാൻ തക്കവണ്ണം യേശു കർത്താവ് വിശ്രമം എടുക്കുന്ന ഒരു ദിവസമല്ല ഈ ദിവസം. Today is not holiday for Jesus to heal you. നിങ്ങളെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം യേശു കർത്താവ് വിശ്രമം എടുക്കുന്ന ദിവസമല്ല ഇത്. Today is not a holiday for Jesus to bless you. നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കുവാൻ തക്കവണ്ണം യേശു വിശ്രമം എടുക്കുന്ന ദിവസമല്ല ഇത്. But today is the day He will lift you out of your pit. നിങ്ങളുടെ ആ പാപക്കുഴിയിൽ നിന്ന് യേശു കർത്താവ് നിങ്ങളെ ഈ ദിവസം ഉയർത്തിയെടുക്കും. God has no Sabbath to do good. ദൈവത്തിന് നന്മ ചെയ്യുന്നതിന് ശബ്ബത്ത് ദിവസം വേർതിരിച്ചിട്ടില്ല. He is a good God. ദൈവം നല്ലവനായ ദൈവം. He is a good God. ദൈവം നല്ലവനായ ദൈവം. Hallelujah. 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 Tonight Jesus is here to lift you out of the pit you are in. നിങ്ങൾ ആയിരിക്കുന്ന കുഴിയിൽ നിന്ന് നിങ്ങളെ ഉയർത്തുവാൻ തക്കവണ്ണം യേശു ഈ രാത്രിയിലൂടെ വന്നിരിക്കുന്നു. It can be pit of sin. ആ കുഴി പാപത്തിന്റെ കുഴിയായിരിക്കാം. It can be pit of sickness. ആ കുഴി രോഗത്തിന്റെ കുഴിയായിരിക്കാം. It can be pit of financial problem. ആ കുഴി സാമ്പത്തിക കടബാധ്യതയുടെ കുഴിയായിരിക്കാം. It can be pit of witchcraft. ആ കുഴി മന്ത്രവാദത്തിന്റെ കുഴിയായിരിക്കാം. Jesus will lift you out of the pit tonight. യേശു കർത്താവ് നിങ്ങളെ ആ കുഴിയിൽ നിന്ന് ഈ രാത്രിയിൽ കരകയറ്റും. Hallelujah. 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 Tonight, how many people say, yes, I am living in the pit of sin. I am living in the pit of bad habits. I am living in the pit of peacelessness. Tonight, I want Jesus to bring me out of the pit I am in. ഈ രാത്രിയിൽ ഞാനൊരു പാപക്കുഴിയിലായിരിക്കുന്നു, ഞാൻ ദുശ്ശീലത്തിന്റെ കുഴിയിലായിരിക്കുന്നു, അസ്വസ്ഥതയുടെ കുഴിയിലായിരിക്കുന്നു. യേശു കർത്താവ് ഈ രാത്രി എന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എത്ര പേർ എന്ന് പറയും? Those people who say, yes, tonight I want to come out of the pit and I want Jesus to bring me out of the pit and give me a value. Lift your hand up. I want to pray for you. കുഴിയിൽ നിന്ന് യേശു കർത്താവിനെ ഉയർത്തണം, യേശു കർത്താവിനെ കുഴിയിൽ നിന്ന് ഉയർത്തി ജീവിതത്തിന്റെ മൂല്യം തരണം, സ്വസ്ഥത തരണമെന്ന് അങ്ങനെ പറയുന്ന എല്ലാ ആളുകളും ദയവായി നിങ്ങളുടെ കരങ്ങളെ ഉയർത്തുവേൻ. Oh, I see so many hands going up everywhere. എല്ലായിടത്തും അനേകം കരങ്ങൾ ഉയർന്നു ഞാൻ കാണുന്നു. All those who put their hands up, leave your place, come in the front here. കരങ്ങൾ ഉയർത്തി എല്ലാ ആളുകളും ദയവായി വേദിയുടെ മുന്നിലേക്ക് നടന്നു വരുവേൻ. I want to talk to those who watch this video tonight. ഈ
ഈ രാത്രി വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ട്. I am in this beautiful town of Pathanathitta. It's raining heavily, but I am enjoying the preaching the gospel of Jesus Christ. മനോഹരമായ പത്തനംതിട്ടയിൽ ഞാൻ ആയിരിക്കുന്നു. ഈ ഇവിടെ നല്ലവണ്ണം മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ വളരെയധികം ആനന്ദിക്കുന്നു. Rain or no rain, Jesus is the Lord. മഴയുണ്ടെങ്കിലും മഴ ഇല്ലെങ്കിലും ശരി തന്നെ യേശു കർത്താവ് ആകുന്നു. Today it's raining, but it's not a holiday for Jesus. ഇന്ന് ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ യേശു ക്രിസ്തുവിന് ഇത് ഒരു ഒഴിവ് ദിവസമല്ല. You will see how Jesus, who has no holiday, will touch the people tonight. ഒഴിവ് ദിവസമില്ലാത്ത യേശു കർത്താവ് ജനങ്ങളെ എങ്ങനെ തൊടാനിരിക്കുന്നു നിങ്ങൾ കാണാൻ പോകുന്നു. Those who want to come out of the pit of sin and sickness, come walking up. Come on up. പാപത്തിന്റെ കുഴിയിൽ നിന്നും രോഗത്തിന്റെ കുഴിയിൽ നിന്നും കരകയറുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ദയവായി വേദിയുടെ മുന്നിലേക്ക് കടന്നു വരുവിൻ. Hallelujah. 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 Thank you, Jesus. യേശുവേ നന്ദി. Oh, thank you, Jesus. യേശുവേ നന്ദി. Thank you, Jesus. യേശുവേ നന്ദി. Especially sick people. വിശേഷാൽ രോഗമുള്ള ആളുകൾ. It is not a holiday to be healed tonight. ഈ രാത്രിയിൽ സൗഖ്യം ലഭിക്കാൻ തക്കവണ്ണം ഒരു ഒഴിവ് ദിവസമല്ല. Those who want to be healed, can I see your hand? സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുള്ള ദയവായി നിങ്ങളുടെ കരങ്ങളെ ഉയർത്തുവിൻ. Those who want to be healed, can I see your hand? സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ദയവായി നിങ്ങളുടെ കരങ്ങളെ ഉയർത്തുവിൻ. Come in the front. Come in the front quickly. മുന്നിലേക്ക് വരുവിൻ, വേഗത്തിൽ വരുവിൻ. Volunteers, counselors, get ready. There's going to be miracles happening tonight. ഈ രാത്രി അത്ഭുതങ്ങൾ നടക്കാനിരിക്കുന്നു. വോളണ്ടിയർമാരും കൗൺസിലർമാരും ദയവായി തയ്യാറെടുക്കുവിൻ. Sick people, listen to me. രോഗികളായിരിക്കുന്ന ദയവായി എന്നെ കേൾക്കുവിൻ. Listen to me. എന്നെ ശ്രദ്ധിക്കുവിൻ. Rambabu is not the healer. രാംബാബു സൗഖ്യദായകൻ അല്ല. Jesus is the healer. യേശു രോഗസൗഖ്യദായകൻ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. And he wants to heal you. നിങ്ങളെ സൗഖ്യമാക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. Today is not a holiday for healing. ഇന്ന് രോഗസൗഖ്യത്തിന് ഒരു ഒഴിവ് ദിവസം അല്ല. Hallelujah. ഹല്ലേലൂയ. It is not a holiday to be healed. സൗഖ്യമാകുവാൻ തക്കവണ്ണം ഇതൊരു ഒഴിവ് ദിവസമല്ല. It's not a holiday to be freed from sin. പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കേണ്ടതിന് ഇതൊരു ഒഴിവ് ദിവസമല്ല. Listen to me. എന്നെ കേൾക്കണമേ. Look at me. എന്നെ കേൾക്കണമേ. Listen to something. എന്നെ ശ്രദ്ധിക്കുവിൻ. Many people want the healing. അനേകം ആളുകൾക്ക് രോഗസൗഖ്യം വേണം. Jesus will give you. യേശു സൗഖ്യം നൽകും. But more than healing, സൗഖ്യത്തെക്കാൾ കൂടുതൽ it's wonderful to receive the healer in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ രോഗസൗഖ്യദായകനെ സ്വീകരിക്കുന്നത് മഹത്തേറിയത്. Hallelujah. ഹല്ലേലൂയ. When I was at home, when I was a young boy, ഞാൻ ഒരു യുവാവായി ഭവനത്തിലായിരുന്നപ്പോൾ, when I was a young boy, ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ, one day a beggar came to our house. ഒരു ദിവസം ഒരു യാചകൻ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു. He stood outside my house and said like this. അവൻ ഭവനത്തിന് പുറത്തു നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. He said, Amma. അവൻ പറഞ്ഞു, അമ്മ. How do the beggars say in Kerala? Amma? അമ്മേ. Okay, Amme. അമ്മേ. My mummy came out. എന്റെ മാതാവ് പുറത്തു വന്നു. She took 1 rupee coin, put it in the plate. ഒരു രൂപ തൊട്ടെടുത്ത് ആ പാത്രത്തിൽ ഇട്ട് കൊടുത്തു. He took the 1 rupee. ആ ഒരു രൂപ എടുത്തു. He was going. അവൻ പോകുന്നു. I came in my bike. ഞാൻ എന്റെ ബൈക്കിൽ അങ്ങനെ എത്തുന്നു. I stood outside and said, ഞാൻ ഭവനത്തിൽ പുറത്തു നിന്ന് പറഞ്ഞു, Amme. അമ്മേ. Mummy came out. അമ്മ പുറത്തു വന്നു. I said, Mummy. ഞാൻ പറഞ്ഞു, മമ്മി, I want 20 rupees for petrol. പെട്രോളിന് എനിക്ക് 20 രൂപ വേണം. Amma said, അമ്മ പറഞ്ഞു, I don't have 20 rupees. എന്റെ പക്കൽ 20 രൂപ ഇല്ല. I got 50 rupees. എനിക്ക് 50 രൂപയുണ്ട്. She gave me 50 rupees. എനിക്ക് 50 രൂപ തന്നു. I was going. ഞാൻ പോയി. The beggar was angry at my mother. എന്റെ മാതാവിനെ കണ്ടിട്ട് ആ യാചകന് കോപമുണ്ടായി. He said, അവൻ പറഞ്ഞു, what lady you are? നിങ്ങൾ എന്തൊരു സ്ത്രീയാ? I said, Amme. ഞാൻ പറഞ്ഞു, അമ്മേ. You gave me 1 rupee. എനിക്ക് 1 രൂപ തന്നു. This boy said, Amme. ഈ ബാലൻ പറഞ്ഞു, അമ്മേ. He asked for 20 rupees, you gave 50 rupees. 20 രൂപ ചോദിച്ചപ്പോൾ 50 രൂപ കൊടുത്തു. I will ask you a question. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. He said, Amme. അവൻ പറഞ്ഞു, അമ്മേ. I said, Amme. ഞാനും അമ്മേ. He got 1 rupee. അവൻ 1 രൂപ ലഭിച്ചു. When I got 20, I got 50. ഞാൻ 20 രൂപ ചോദിച്ചു, എനിക്ക് 50 രൂപ കിട്ടി. My question. എന്റെ ചോദ്യം, why? എന്തുകൊണ്ട്? He said, Amme. I said, Amme. അവൻ അമ്മേ എന്ന് വിളിച്ചു, ഞാനും അമ്മേ എന്ന് വിളിച്ചു. What is the difference? എന്താണ് വ്യത്യാസം? Can somebody tell me? ആർക്കെങ്കിലും എന്നോട് പറയാൻ കഴിയുമോ? Why he got 1 rupee? Why I asked 20, I got 50? എന്തുകൊണ്ട് അവൻ 1 രൂപ കൊടുക്കപ്പെട്ടു, ഞാൻ 20 രൂപ ചോദിച്ചു, എനിക്ക് 50 രൂപ ലഭിച്ചു? Yes. അതെ. He was a beggar. അവനൊരു യാചകൻ. He was an outsider. അവൻ പുറമേയുള്ളവൻ. I am a son. ഞാനൊരു പുത്രൻ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. In the same way, അതുപോലെ തന്നെ if you don't want to repent for your sin and become a child of Jesus, നിങ്ങൾ പാപത്തെ ചൊല്ലി പശ്ചാത്തപിച്ച് യേശു കർത്താവിന്റെ അടുക്കലേക്ക് വരാതിരുന്നാൽ, you come and say, Yeshua. നിങ്ങൾ വന്ന് യേശുവേ എന്ന് വിളിച്ചാൽ, Jesus says, യേശു പറയും, you are an outsider. നീ പുറമേയുള്ളവൻ. You get 1 rupee. നിനക്ക് 1 രൂപ ലഭിക്കും. But if you ask him to forgive your sin, എന്നാൽ നിങ്ങളുടെ പാപത്തോട് ക്ഷമ ചോദിച്ചാൽ, come into your life, come into my life, Jesus. യേശുവേ എന്റെ ഹൃദയത്തിനുള്ളിൽ വരണമെന്ന് പ്രാർത്ഥിച്ചാൽ, Ask him to come into your life. നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കാൻ ശ്രമിച്ചാൽ, Leave the sinful life. പാപ ജീവിതത്തെ വിട്ടാൽ, Become his child. ദൈവത്തിന്റെ പൈതലായാൽ, You become his son. നിങ്ങൾ ദൈവത്തിന്റെ Then you say, Yeshua. പിന്നെ നിങ്ങൾ യേശുവേ എന്ന് വിളിക്കുമ്പോൾ, You ask 20 rupees, you will get 50 rupees. നിങ്ങൾ 20 രൂപ ആവശ്യപ്പെട്ടാൽ 50 രൂപ ലഭിക്കും.
Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Many people don't want to change in life. അനേക ആളുകൾക്ക് ജീവിതത്തിൽ മാറ്റം വേണ്ട. They want only healing to the body. അവർക്ക് ശരീരത്തിൽ സൗഖ്യം മാത്രം മതി. Jesus will heal you, യേശു നിങ്ങളെ സൗഖ്യമാക്കും. but you are outsider. എന്നാൽ നിങ്ങൾ പുറമേയുള്ളവൻ. But if you receive him into your life, എന്നാൽ യേശു നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ, repent for the sinful life, നിങ്ങളുടെ പാപജീവിതത്തെ കുറിച്ച് പശ്ചാത്തപിച്ചാൽ, you become his child. നിങ്ങൾ ദൈവത്തിന്റെ പൈതലാകും. When you become his child, നിങ്ങൾ പൈതലാകുമ്പോൾ you say, Appa. അപ്പാ എന്ന് വിളിച്ചാൽ, You'll ask 20, he'll give you 200 also. നിങ്ങൾ 20 രൂപ ചോദിച്ചാൽ 200 രൂപ ലഭ്യമാകും. Hallelujah. ഹല്ലേലൂയ. So today, അതുകൊണ്ട് ഇന്ന് before healing prayer, രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് മുമ്പ് I want to ask a question. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. How many of you say, from today, I want to give my life to Jesus, I want to become a child of Jesus Christ? ഇന്നു മുതൽ എന്റെ ജീവിതത്തെ യേശുവിനായി നൽകുന്നു, എനിക്ക് യേശുവിന്റെ പൈതലായി തീരണമെന്ന് നിങ്ങൾ എത്ര പേർ ഈ രാത്രിയിൽ പറയും? Such people, lift your hand up. അങ്ങനെയുള്ളവർ ദയവായി നിങ്ങളുടെ കരങ്ങളെ ഉയർത്തുവിൻ. Oh, hallelujah. ഹല്ലേലൂയ. I see so many hands അനേകം everywhere. കരങ്ങൾ ഉയർത്തപ്പെടുന്നു. This is the first miracle. ഇതാണ് ഒന്നാമത്തെ അത്ഭുതം. This is the first miracle. ഇതാണ് ഒന്നാമത്തെ അത്ഭുതം. When this miracle happens, ഈ അത്ഭുതം സംഭവിക്കുമ്പോൾ all other miracles will follow. മറ്റ് എല്ലാ അത്ഭുതങ്ങളും അനുഗമിക്കും. Those who lift your hands up, കരങ്ങൾ ഉയർത്തിയ എല്ലാവരും close your നിങ്ങളുടെ eyes. കണ്ണുകളെ അടയ്ക്കുവിൻ. All those who put your hands up, close your eyes. കരങ്ങളെ ഉയർത്തിയ എല്ലാവരും കണ്ണുകളെ അടയ്ക്കുവിൻ. And lift up your hands to Jesus. നിങ്ങളുടെ കരങ്ങളെ യേശുവിനായി ഉയർത്തുവിൻ. Those who want to give your life to Jesus, close your eyes, lift up your hands to Jesus. യേശുവിനായി തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ കണ്ണുകളെ അടയ്ക്കുവിൻ, കരങ്ങളെ ദൈവപക്ഷത്തേക്ക് ഉയർത്തുവിൻ. And say this prayer after me in Malayalam. മലയാളത്തിൽ ഈ പ്രാർത്ഥനാ വാചകം എന്റെ പിന്നാലെ ചൊല്ലുവിൻ. കർത്താവായ യേശുവേ, Come on, pray loudly. ഉറച്ചു പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, I come to you. ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. I believe in you. ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. You are my creator. അങ്ങ് എന്റെ സൃഷ്ടിതാവാകുന്നു. You came to earth as a man. അങ്ങ് ഭൂമിയിൽ ഒരു മനുഷ്യനായി വന്നു. You went to the cross. അങ്ങ് ക്രൂശിലേക്ക് പോയി. You carried my sin. അങ്ങ് എന്റെ പാപങ്ങളെ ചുമന്നു. You carried my sickness. അങ്ങ് എന്റെ രോഗങ്ങളെ ചുമന്നു. You carried my curse. അങ്ങ് എന്റെ ശാപങ്ങളെ ചുമന്നു. You carried my poverty. അങ്ങ് എന്റെ ദാരിദ്ര്യത്തെ ചുമന്നു. You shed your blood. അങ്ങ് എനിക്കായി രക്തം ചിന്തി. You died. അങ്ങ് എനിക്കായി മരിച്ചു. You are buried. അങ്ങ് അടക്കം ചെയ്യപ്പെട്ടു. After 3 days, 3 ദിവസം കഴിഞ്ഞ് you rose again from the dead. അങ്ങ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. Lord Jesus, കർത്താവായ യേശുവേ, I open my heart to you. എന്റെ ഹൃദയം ഞാൻ അങ്ങേക്കായി തുറക്കുന്നു. Forgive all my sins. എന്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ. Come into my life. എന്റെ ജീവിതത്തിലേക്ക് വരണമേ. Make me your child. എന്നെ അങ്ങയുടെ പൈതൽ ആക്കണമേ. I don't want to be outsider. കർത്താവേ, എനിക്ക് പുറത്തു നിൽക്കുവാൻ താല്പര്യമില്ല. I want to be your child. എനിക്ക് അങ്ങയുടെ പൈതൽ ആയി തീരണം. Jesus, യേശുവേ, come into my life. എന്റെ ജീവിതത്തിലേക്ക് വരണമേ. Forgive all my sins. എന്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ. From today, ഇന്ന് മുതൽ I will live for you. ഞാൻ അങ്ങേക്കായി ജീവിക്കും. Lord Jesus, യേശു കർത്താവേ, thank you for giving my sin. എന്റെ പാപങ്ങളെ ക്ഷമിച്ചതിനാൽ നന്ദി. Thank you for coming into my life. എന്റെ ജീവിതത്തിലേക്ക് അങ്ങ് വന്നതിനാൽ നന്ദി. Thank you for making me your child. എന്നെ അങ്ങയുടെ പൈതലാക്കിയതിനാൽ നന്ദി. From today, I will follow you. ഇന്നു മുതൽ ഞാൻ അങ്ങയെ അനുഗമിക്കും. In Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Lord Jesus, I pray for these people who gave their life to you tonight. കർത്താവേ, ആ യേശുവേ, ഈ രാത്രിയിൽ തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. There is no holiday for you to save the people. ജനങ്ങളെ രക്ഷിക്കുവാൻ കർത്താവേ, അങ്ങേക്ക് ഒരു വിശ്രമ ദിവസം ഇല്ലല്ലോ. Thank you for saving the people. കർത്താവേ, ജനങ്ങളെ അങ്ങ് രക്ഷിച്ചതിനാൽ നന്ദി. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ I take authority over every power of sin, sickness, Satan. I break it in the name of Jesus Christ. പാപത്തിന്റെയും ശാപത്തിന്റെയും സാത്താന്റെയും മേലുള്ള എല്ലാ അധികാരവും എടുത്തുകൊണ്ട് പാപത്തിന്റെ ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ തകർക്കുന്നു. Lord Jesus, യേശു കർത്താവേ, touch your people. അങ്ങയുടെ ജനങ്ങളെ തൊടണം. Let them never go back to sinful life again. അവർ ഒരിക്കലും പാപജീവിതത്തിലേക്ക് മടങ്ങി പോകാതിരിക്കട്ടെ. Let them live for your glory. അങ്ങയുടെ മഹത്വത്തിനായി അവർ ജീവിക്കട്ടെ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. No holiday for saving people. ജനങ്ങളെ രക്ഷിക്കുവാൻ യേശുവിന് ഒഴിവു ദിവസമില്ല. Hallelujah. Hallelujah. Now I want to pray for the sick people. ഇപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Those who want to be healed, can I see your hand? സൗഖ്യമാകുവാൻ ആഗ്രഹിക്കുന്ന ദയവായി നിങ്ങളുടെ കരങ്ങളെ ഉയർത്തുമോ? Those who want to be healed, I want to see your hand. ദൈവത്താൽ സൗഖ്യം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന ദയവായി കരങ്ങളെ ഉയർത്തുവിൻ. Okay, look at me. എന്നെ നോക്കുവിൻ. Look at me. എന്നെ നോക്കുമോ? Look at me now. എന്നെ ഇപ്പോൾ നോക്കൂ. I am going to pray now. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. I am telling you, ഞാൻ നിങ്ങളോട് പറയുന്നു, I am a man anointed with the Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തൻ ആകുന്നു.
As I'm going to pray now, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ power of God will touch you. ദൈവശക്തി നിങ്ങളെ തൊടും. You are a child of God. നിങ്ങൾ ഒരു ദൈവപൈതലാകുന്നു. Now it is Father's will to heal you. നിങ്ങളെ സൗഖ്യമാക്കുന്ന തക്കവണ്ണം ഇപ്പോൾ പിതാവിന്റെ ഹിതം ആകുന്നു. Hallelujah. Hallelujah. You ask for 20 rupees, you'll get 200 rupees. നിങ്ങൾ 20 രൂപ ചോദിച്ചാൽ 200 രൂപ ലഭിക്കുന്നു. Because you're a child of God now. കാരണം എന്താൽ നിങ്ങൾ ഇപ്പോൾ ദൈവപൈതൽ ആകുന്നു. Hallelujah. Hallelujah. Now listen to me carefully. എന്നെ ശ്രദ്ധയോടെ കേൾക്കുവിൻ. I'm going to pray now. ഞാനിപ്പോൾ